എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അവിടെ അടുത്തുള്ള പള്ളിയിൽ എവിടെ വരെയായി ക്രിസ്മസ് ഒരുക്കങ്ങൾ എന്നൊക്കെ കേട്ടോ. കണ്ടില്ലേ, മനോഹരമായ സ്റ്റാറുകളും ലൈറ്റൊക്കെ കത്തുന്ന ആ LED ബൾബ്സൊക്കെ തൂക്കിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ രാത്രിയാണ് കേട്ടോ കാണാൻ ഭംഗി, നല്ല ഭംഗിയാണ് രാത്രി. എന്തായാലും രാത്രിയത്തെ വ്യൂ കൂടെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ പകലാണ് കേട്ടോ. അപ്പോൾ ഇത് പള്ളി കോളേജാണ് കേട്ടോ. കോളേജിൻ്റെ മുറ്റത്തും പുൽക്കൂടൊക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ പുല്ലൊക്കെ ഇതാ മുളച്ച് വരുന്നുണ്ട് കേട്ടോ. ക്രിസ്മസ് ആകുമ്പോഴത്തേക്ക് ഫുള്ളായിട്ട് മുളയ്ക്കും. അപ്പം നന്നായിട്ട് തന്നെ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് പള്ളി എത്തണ വരെ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല മനോഹരമായൊരു കാഴ്ച കാണാനുണ്ട് കണ്ടോ. ആ ക്രിസ്മസ് അപ്പൂപ്പനെ ഉണ്ടാക്കി വെച്ചത് നല്ല ഭംഗിയില്ലേ. ക്രിസ്മസ് അപ്പൂപ്പൻ ഇങ്ങനെ തേരൊക്കെ തെളിക്കുന്ന ഇതിൽ നന്നായിട്ടുണ്ട്. ക്രിസ്മസ് ട്രീ പോലെ ഉണ്ടാക്കി വെച്ചത് അതും നന്നായിട്ടുണ്ട് അല്ലേ. ഓ, എന്തൊരു ഭംഗിയല്ലേ ഇതൊക്കെ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അതിമനോഹരമായി തന്നെ ആ കലാകാരൻ ഇവിടെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തായാലും എല്ലാവരും ക്രിസ്മസിന് പള്ളിയിലേക്ക് വരിക കേട്ടോ. കഴിഞ്ഞ വർഷമൊന്നും ഇങ്ങനെ ഒരുക്കങ്ങളില്ലായിരുന്നു കേട്ടോ. പുൽക്കൂടൊക്കെ ഉണ്ടായിരുന്നു, നല്ല ഭംഗി തന്നെയായിരുന്നു. പക്ഷേ ഇത്രയ്ക്കും മനോഹരമായിട്ടുള്ള ഇതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്ത് രസമല്ലേ കാണാൻ. ഉണ്ടാക്കി വെച്ചത് തന്നെ കാണാൻ നമ്മൾ കണ്ടു നിന്ന് പോകും കേട്ടോ. അത്രയ്ക്ക് ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ വിത്തൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കടുകിൻ്റെ ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അത് മുളച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ ക്രിസ്മസ് ആകുമ്പോഴത്തേക്ക് മുഴുവനായിട്ട് മുളയ്ക്കും കേട്ടോ. അപ്പോൾ ഞാൻ അന്നും കൂടെ നിങ്ങൾക്ക് വീഡിയോസ് എടുത്ത് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കണം കേട്ടോ. എന്തായാലും നമുക്ക് വിശേഷങ്ങളൊക്കെ ബാക്കി കൂടെ കണ്ടിട്ട് വരാം അല്ലേ. ഇത് നമ്മുടെ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടാക്കി വെച്ച പുൽക്കൂടാണ് കേട്ടോ. അപ്പോൾ അത് ആ പണിയൊക്കെ നടന്നുകൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് കൂടെ കാണാമല്ലോ എന്ന് കരുതി വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പോൾ ഇനി പണിയൊക്കെ കഴിഞ്ഞ് നല്ല ഭംഗിയായി കുറച്ചും കൂടെ ഭംഗിയായി കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ പിന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് വിശേഷങ്ങളൊക്കെ ഉടനെ തന്നെ വരുന്നതായിരിക്കും. എല്ലാവരും എന്തായാലും കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. അങ്ങനെ മക്കളെ രാത്രിയായിട്ടോ. അപ്പം രാത്രി കാണാൻ തന്നെ ഒരു വൈബായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ ലൈറ്റൊക്കെ ഇങ്ങനെ കത്തിയപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ സംഭവം. പൊളി എന്ന് പറഞ്ഞാൽ പൊളി. അപ്പം സ്റ്റാറൊന്നും കത്തുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എന്താ പറയുക, ഇനി 3-4 ദിവസത്തേക്ക് കത്തുന്നുണ്ട് കേട്ടോ സ്റ്റാർ. 3-4 ദിവസത്തേക്ക് ഇവിടെ ലൈറ്റിൻ്റെ പ്രദർശനം ഇതൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം 23, 24, 25, 26 ഈ 4 തീയതികളിലായിട്ടാണ് കേട്ടോ ലൈറ്റിൻ്റെ പ്രദർശനമൊക്കെ ഉള്ളത്. നല്ല ഭംഗിയുണ്ടായിരുന്നു ഗൈസ്. സത്യമായിട്ട് നല്ല അടിപൊളിയായിരുന്നു. ലൈറ്റ്സൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് ഇപ്പോൾ അടിപൊളിയാണ് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട ക്രിസ്മസ് പപ്പയൊക്കെ ഇല്ലേ, ആ ക്രിസ്മസ് പപ്പേൻ്റെ അവിടെയൊക്കെ ലൈറ്റ് ഇട്ടപ്പോൾ കുറച്ചും കൂടെ കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ഞാൻ എന്തായാലും കാണിച്ചു തരാം. ഇവിടെ നിന്ന് എന്താ പറയുക, പള്ളിയിലെത്തുന്നത് വരെ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. ഒക്കെ ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈറ്റ് ഇട്ടിട്ട് എങ്ങനെ ഉണ്ട് നമുക്ക് ഫുള്ള് കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ കാണണേ.
ഇത് മുകളിലേക്ക് പോയി നോക്കുമ്പോൾ ഇത് കരോളിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയാക്കി നിർത്തിയിട്ടുള്ള വണ്ടിയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് മുകളിലേക്കൊക്കെ ഒന്ന് പോയി നോക്കാം, എന്താണെന്നറിയാലോ. നല്ല ഭംഗിയുണ്ടല്ലേ അലങ്കരിച്ചതൊക്കെ. പിന്നെ നമ്മൾ പള്ളിയുടെ അടുത്തേക്ക് പോയപ്പോൾ ക്രിസ്മസ് പപ്പായൊക്കെ അവിടെ ഒരുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ക്രിസ്മസ് അപ്പൂപ്പൻ ഞങ്ങൾക്ക് മിഠായിയൊക്കെ തന്നു കേട്ടോ. അപ്പം എന്താ പറയുക, ക്രിസ്മസ് അപ്പൂപ്പനും അവരൊക്കെ കൂടെ കരോളിൽ പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു കേട്ടോ അവിടെ. എന്തായാലും ക്രിസ്മസ് അപ്പൂപ്പനെ കാണാൻ പറ്റി. അപ്പോൾ എമി മോൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഞാൻ എമി മോളും കൂടി ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ എന്തായാലും ക്രിസ്മസ് അപ്പൂപ്പനെ കുറേ വീഡിയോസൊക്കെ എടുത്തു. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ആയിരുന്നു. ബൈ ബൈ.